2024 മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുന്ന CA ഇന്റർമീഡിയറ്റ് എക്സാം, അതേപോലെ CMA ഇന്റർമീഡിയറ്റ് എക്സാം, CS എക്സിക്യൂട്ടീവ് എക്സാം, ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സും അതേപോലെ ഇൻഡയറക്ട് ടാക്സും. അപ്പൊ ഈ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. 2023 ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2024 മെയിലും ജൂണിലൊക്കെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അമെന്റ്മെന്റുകളൊക്കെ എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാം. പ്രത്യേകിച്ച് CAയുടെ എക്സാമിനും CMAയുടെ എക്സാമിനും എന്ത് ചെയ്യും, കൂടുതലായിട്ട് അമെന്റ്മെന്റുകൾ ചോദിക്കും. ഈ അമെന്റ്മെന്റുകൾ വന്നതിന്റെ പേരിൽ നമ്മുടെ ടാക്സ് കാൽക്കുലേഷൻ, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് കാൽക്കുലേഷൻ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ചസ് എന്നെല്ലാം എക്സാമിന് സാധാരണഗതിയിൽ ഒരു മിനിമം മാർക്കിന് ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഈ അമെന്റ്മെന്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാനും എക്സാമിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിയാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു 3 hours ലൈവ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുക. ക്ലാസ്സിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയാൻ വേണ്ടി പറ്റും. വളരെ ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ CA, CMA, CS ഒക്കെ എഴുതി റിപ്പീറ്റ് ചെയ്യുന്ന തൊട്ടു മുമ്പുള്ള ജൂണിൽ, അതേപോലെ തൊട്ടു മുമ്പുള്ള 2023 ഡിസംബറിലൊക്കെ എക്സാം എഴുതി ക്ലിയർ ആവാത്ത ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക. കാരണം ഈ അമെന്റ്മെന്റുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരെയാണ്. പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ആ ഒരു സെഷനിൽ ഇൻകം ടാക്സിന്റെ ഇതുവരെയുള്ള എല്ലാ അമെന്റ്മെന്റും GSTയിൽ വന്നിരിക്കുന്ന നവംബർ വരെ വന്നിരിക്കുന്ന എല്ലാ അമെന്റ്മെന്റുകളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ ആൾക്കാരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് അധികം ടൈമില്ല, നമ്മുടെ ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇലക്ഷൻ വരുന്നുണ്ട്, ബഹളങ്ങൾ വരുന്നുണ്ട്, ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു, ഓണം, പെരുന്നാൾ, വിഷു പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചൂടുകാലമാണ്, കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.